രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും AI എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടുള്ള എൻ്റെ പേര് ഷിബു. ആയിക്കോട്ടെ. സ്റ്റാർ ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് സ്റ്റെപ്പ് 6 ടു സ്റ്റെപ്പ് 12 ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം വരാത്തവർക്കായി ചെറുതായിട്ട് സ്റ്റെപ്പ് 1 to 5 ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തത് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചർച്ച ചെയ്തത് സ്റ്റെപ്പ് 1 to 5 ആണ്. ബിഗ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പുകൾ എല്ലാം പറയുന്നത്. ഇതിനായിട്ട് മെയിൻ ആയിട്ട് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം ആൽക്കഹോളിസം അല്ലെങ്കിൽ മദ്യാസക്തി എന്താണ്, അതെനിക്കുണ്ടോ, അതാണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കേണ്ടത്. ഈ പ്രോഗ്രാം ആരംഭിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പടികളിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും AI പുതിയ ആളാണെങ്കിൽ ഈ ബുക്ക് ഇറങ്ങിയ 1939 ബുക്ക് ഇറങ്ങിയത്. ഞാൻ മദ്യാസക്തനാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കലാണ് പ്രധാനം. പേജ് 43 ബിഗ് ബുക്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ മദ്യത്തിൽ നിന്ന് മുക്തി നേടാൻ സത്യസന്ധമായി നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴോ നിങ്ങൾക്ക് പൂർണ്ണമായി സാധിക്കാതെ വരുമ്പോഴോ കുടിക്കുന്നതിന്റെ കാര്യത്തിൽ നിയന്ത്രണമില്ലാതെ വരുമ്പോഴോ നിങ്ങൾ മിക്കവാറും അമിത മദ്യപാന രോഗിയാണ്. ഇത് എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമാണ്. മദ്യാസക്തനാണോ അല്ലയോ എന്നതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം ആണ് നമ്മൾ ഈ മോളിൽ കണ്ടത്. അതായത് മദ്യത്തിന് മുമ്പിൽ നിയന്ത്രണമില്ലാതെ വരുമ്പോഴോ നിങ്ങൾ മിക്കവാറും അമിത മദ്യപാന രോഗിയാണ് എന്ന് ബുക്ക് പറയുന്ന ഭാഗം. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ശക്തിഹീനതയാണ് ഇവിടെ വിവരിക്കുന്നത്. നമ്മൾ പവർലെസ് ആണോ എങ്ങനെയെന്ന് അല്ലെങ്കിൽ ശക്തിഹീനനാണോ എങ്ങനെയെന്ന് അറിയാവുന്നത് പേജ് നമ്പർ 51 ഒരു 8 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ അതിന് ഉത്തരം യെസ് ഓർ നോ എന്ന് എഴുതിയാൽ നമ്മൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ചോദ്യം നമ്പർ 1, വ്യക്തിബന്ധങ്ങളിൽ ഞങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നോ? യെസ് ഓർ നോ. ഞങ്ങൾക്ക് വൈകാരിക അവസ്ഥകൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നോ? യെസ് ഓർ നോ. ഞങ്ങൾ കഷ്ടപ്പാടിനും വിഷാദത്തിനും ഇരയായവരായിരുന്നോ? യെസ് ഓർ നോ. ഞങ്ങൾക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നോ? യെസ് ഓർ നോ. ഞങ്ങൾക്ക് ജീവിതത്തിൽ വ്യർത്ഥതാബോധം ഉണ്ടായിരുന്നോ? യെസ് ഓർ നോ. ഞങ്ങൾക്ക് ഭയപ്പാടുണ്ടായിരുന്നോ? യെസ് ഓർ നോ. ഞങ്ങൾ അസന്തുഷ്ടരായിരുന്നോ? യെസ് ഓർ നോ. മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ സഹായമുള്ളവരായി തീരുവാനായി കാണപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. യെസ് ഓർ നോ. ഈ 8 ചോദ്യങ്ങൾക്ക് 1980 യെസ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് റോയിറ്റി ആൽക്കഹോളിസത്തിലേക്ക് തുടരാൻ സാധിച്ചത്. എന്താണ് ഇവിടെ പ്രാധാന്യം? ഈ ചോദ്യങ്ങൾ എൻ്റെ മാനസികാവസ്ഥയെ അറസ്റ്റ് ചെയ്തു. അതായത് അന്ന് വരെ വീണ്ടും വീണ്ടും ഞാൻ കുടിക്കാം അല്ലെങ്കിൽ 2 പെഗ് അടിച്ച കുഴപ്പമില്ല എന്ന് പറയുന്ന മാനസികാവസ്ഥയിൽ ഈ ചോദ്യങ്ങളാണ് അറസ്റ്റ് ചെയ്ത് നിർത്താൻ സാധിച്ചത്. ഈ മാനസികാവസ്ഥയെ ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഡോക്ടർ പറയുന്നുണ്ട് പേജ് നമ്പർ ഡോക്ടറുടെ അഭിപ്രായത്തിൽ 24 ഇങ്ങനെ വിവരിക്കുന്നു. XXI റോമൻ ലിപിയാണത്. XXI5 24. എന്നെ പോലുള്ള ആളുകൾക്ക് പൊതുവായ ഒരു ലക്ഷണമുണ്ട്. കുറച്ച് പെഗുകൾ പെട്ടെന്ന് അകത്താക്കുമ്പോൾ ലഭിക്കുന്ന സൈരവും സുഖവും വീണ്ടും അനുഭവിക്കാതെ വന്നാൽ അസ്വസ്ഥരും ചുണ്ടിക്കാരും അസംതൃപ്തരുമായി തീരുന്നു. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് RID എന്നാണ്, റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റ്. ഒരു പെഗ് കൂടി അടിച്ചു കഴിഞ്ഞാൽ മാനസികാവസ്ഥ സുഖമാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 2 പെഗ് അടിച്ചാലും മാനസികാവസ്ഥ സുഖമാണെന്ന് വിചാരിക്കും. അങ്ങനെ അടിച്ച് നമ്മൾ മാനസികാവസ്ഥ സുഖമായിട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ അടിക്കും. അതിന് ബിസിൽകോർത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഇവരെ പോലുള്ള ധാരാളം പേർക്ക് പൊതുവായ ഒരു ലക്ഷണമുണ്ട്. അതിന്റെ പേര് ആർത്തി എന്നാണ്. ആർത്തി എന്ന പ്രതിഭാസമില്ലാതെ അവർക്ക് കുടിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ പറയുന്ന ഈ പ്രതിഭാസം ഒരു പക്ഷേ മദ്യത്തോടുള്ള ശാരീരികമായ അലർജിയുടെ രൂപത്തിലാവും. ഇതാകട്ടെ ഇവരെ തരംതിരിച്ച ഒരു പ്രത്യേക തരം സൃഷ്ടികളായി മാറ്റി നിർത്തുന്നു. ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഡോക്ടർ വിവരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് 1 ആയി. പേജ് 44 നമുക്ക് മനസ്സിലായി എനിക്ക് നിർത്താൻ കഴിയില്ല, നിയന്ത്രിക്കാൻ കഴിയില്ല. സ്റ്റെപ്പ് 1 പേജ് 52 8 ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു. സ്റ്റെപ്പ് 1 തന്നെ ഡോക്ടറുടെ അഭിപ്രായത്തിൽ 24 XXI5 RID അല്ലെങ്കിൽ അസ്വസ്ഥരും ചുണ്ടിക്കാരും അസംതൃപ്തരായി തീരുന്നു എന്ന് മനസ്സിലായി. ഇനി പവർലെസ്, അൺമാനേജബിലിറ്റിയും ശക്തിഹീനതയും അനിയന്ത്രിതാവസ്ഥയും ഒക്കെ നമ്മളിവിടെ മനസ്സിലാക്കി. ഇനി നമ്മൾ മീറ്റിങ്ങിൽ വരുമ്പോൾ നമ്മൾ മൈ നെയിം ഇസ് ഡാഷ്, മൈ നെയിം ഇസ് ദിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഈ അവരുടെ ഈ സന്തോഷം നമ്മൾക്ക് കിട്ടണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ സ്റ്റെപ്പുകൾ ചെയ്യേണ്ടത്? അതിന് പേജ് നമ്പർ 58 ഉത്തരവുണ്ട്.
ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നതിനായി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെങ്കിൽ എങ്കിൽ നിങ്ങൾ ചില നടപടികൾ എടുക്കുവാൻ തയ്യാറാകണം. അത് ഈ നടപടികൾ എപ്പോഴാണ് എടുക്കേണ്ടതെന്നുള്ളത് ആസ് സൂൺ ആസ് പോസിബിൾ. അതായത് 90 ദിവസം കഴിഞ്ഞിട്ടോ 90 മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 9 മന്ത്സ് കഴിഞ്ഞിട്ടോ 9 ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. ആസ് സൂൺ ആസ് ഉടനെ തന്നെ എടുക്കേണ്ടതാണ്. എന്റെ സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നു, സാനിറ്റിയെ പറ്റി പറയുന്നു. എന്താണ് സാനിറ്റി അല്ലെങ്കിൽ ഇൻസാനിറ്റി? അതുകൊണ്ട് ഒരു മദ്യപാനത്തിന്റെ പ്രശ്നം ശാരീരികം എന്നതിനേക്കാൾ മാനസികമാണ്. ഹൃദയത്തിനുള്ളിൽ എന്തുകൊണ്ടാണ് അവർ കുടിച്ചതെന്ന് അവർക്കറിയില്ല. ഇന്നും അവ്യക്തമായ കാരണങ്ങളാൽ ഒരു മദ്യപാനാസക്തന് മദ്യത്തിന്റെ കാര്യത്തിൽ കുടിക്കുക എന്നൊഴിച്ച് മറ്റൊന്നും ചെയ്യാനാവില്ല. ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഇല്ലാതാകുന്നു. ഒരാഴ്ചയോ ഒരു മാസമോ മുമ്പ് ഞങ്ങൾക്കുണ്ടായ അപമാനത്തിന്റെയും കഷ്ടതയുടെയും ഓർമ്മ ഞങ്ങളുടെ ബോധ മനസ്സിലേക്ക് അർഹിക്കുന്ന ഗൗരവത്തോടെ കൊണ്ടുവരാൻ ഞങ്ങൾ പലപ്പോഴും അശക്തരാണ്. ആദ്യത്തെ കുടിക്കെതിരെ ചെറുത്തു നിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിവില്ല. മദ്യപാന രോഗിയെ സാധാരണ നിലയിലുള്ള കുടിയനാക്കി മാറ്റുന്ന എന്തെങ്കിലും കാര്യമോ മരുന്നോ ഇല്ലെന്ന് ഈ രോഗത്തെപ്പറ്റി കൂടുതൽ അറിവുള്ള ഡോക്ടർമാർ സമ്മതിക്കുന്നു. അതായത് ഒരുപാട് പ്രതിജ്ഞാ ലംഘനങ്ങള്, ഒരുപാട് അപകടങ്ങള്, ഒരുപാട് ആത്മഹത്യാ ശ്രമങ്ങള് ഒക്കെ ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും ഇപ്പോഴും കുടിക്കാൻ അല്ലെങ്കിൽ ഇപ്പോഴും കുടിക്കാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റുമെന്ന തരത്തിലാണ് ആളുകൾ കുടിക്കുന്നത് അല്ലെങ്കിൽ മദ്യാസക്തർ കുടിക്കുന്നത്. അതിനെയാണ് ഇൻസാനിറ്റി അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് പറയുന്നത്. സോബർ ആയാലും ചിലപ്പോൾ ഈ ഇൻസാനിറ്റി വീണ്ടും കടന്നു വരും. ഈ ഇൻസാനിറ്റി കാരണം വീണ്ടും കുടിക്കാമെന്നുള്ള മനസ്സിന്റെ തോന്നലുകൾ വീണ്ടും കടന്നു വരും. ഇവിടെയാണ് നമുക്ക് ഒരു വലിയ ശക്തിയുടെ അല്ലെങ്കിൽ പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസ്, ഒരു ഉന്നത ശക്തിയുടെ ആവശ്യം നമ്മൾക്ക് ഉണ്ടാകുന്നത് വേണ്ടത്. അതിനാണ് പേജ് നമ്പർ 46 പറയുന്നു. അതുകൊണ്ട് ദൈവത്തെ പറ്റി ഞങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ തന്നെ ധാരണയിലുള്ള ദൈവത്തെയാണ്. അതിപ്പോ ഹിന്ദുമതം, ബുദ്ധമതം, ക്രിസ്തുമതം, ഏത് തരത്തിലുള്ള മതങ്ങളിൽ നിന്ന് എടുത്ത ദൈവമാണെങ്കിലും അത് നിങ്ങളുടെ തന്നെ സങ്കല്പത്തിലുള്ള ദൈവത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. മറ്റുള്ളവരുടെ ധാരണയുള്ള ദൈവത്തെ ഞങ്ങൾ പരിഗണിക്കേണ്ട കാര്യമില്ലെന്ന് ഞങ്ങൾ കണ്ടെത്തി. അത് വളരെ ആശ്വാസം നൽകി. ഞങ്ങളുടെ തന്നെ ധാരണ അതത്ര തന്നെ അപര്യാപ്തമാണെങ്കിലും കൂടിയും ദൈവത്തെ സമീപിക്കുന്നതിനും ശക്തിയായി സമ്പർക്കം പുലർത്തുന്നതിനും മതിയാകുമായിരുന്നു. അപ്പോൾ ഒന്നാം പടി കഴിഞ്ഞു. രണ്ടാം പടി നമ്മൾ എടുക്കേണ്ടത് ആസ് സൂൺ ആസ് പോസിബിൾ ആണ്, എത്രയും പെട്ടെന്നാണ്. അതായത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അതോ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവിടെ നിന്നുമാണ് നമ്മൾ സ്റ്റെപ്പ് 2 നിന്ന് 3യിലേക്ക് കടക്കുന്നത്. സ്റ്റെപ്പ് 3യിൽ നമ്മൾ പറയുന്നുണ്ട് ഇത് ബോധ്യപ്പെട്ടാൽ. എന്താണ് ഇത് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അവിടെ നമ്മൾ ഹൗ ഇറ്റ് വർക്ക്സ് കാണുന്ന ABC, അല്ലെങ്കിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്ന ABC. അതായത് ഞങ്ങൾ അമിത മദ്യപാന രോഗികളാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. ബി, ഞങ്ങളുടെ രോഗം അമിത മദ്യപാനാസക്തി ശമിപ്പിക്കുന്നതിന് മിക്കവാറും ഒരു മനുഷ്യശക്തിക്ക് കഴിയുമായിരുന്നില്ല. ഇത് ബോധ്യപ്പെട്ടാൽ. അപ്പോൾ സിയും കൂടി പറയണം. അപ്പോൾ സി, ദൈവത്തെ തേടിയാൽ ദൈവത്തിന് ഇത് സാധിക്കുകയും രോഗശമനം വരുത്തുകയും ചെയ്യും. അപ്പോ നമ്മളിപ്പോ കണ്ടു ഇത് ബോധ്യപ്പെട്ടാലാണ് ഈ നമുക്ക് മൂന്നാം പടിയിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പൊ ഇനി സ്റ്റെപ്പ് 3യിലെത്തി. എന്താണ് സ്റ്റെപ്പ് 3യുടെ ആവശ്യകത? പേജ് 62 പറയുന്നു, സ്വാർത്ഥതയും തൻകാര്യം മാത്രയുമാണ് മൂലകാരണം. നമ്മൾ പോരാട്ടം തുടരും തോറും കുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് മോചനം നൽകാൻ ദൈവസഹായം ആവശ്യമുണ്ട്. അതിന് ദൈവത്തിനെ കളിപ്പിക്കുന്ന ഏർപ്പാട് നമ്മൾ നിർത്തണം. എന്താണ് ദൈവം കളിക്കുന്ന ഏർപ്പാട്? അത് നമ്മൾ നമ്മുടെ ആക്ടറിൽ പേജ് നമ്പർ 60-62 പറയുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും നടന്നിരുന്നില്ല. എങ്ങനെയാണ് ദൈവം കളിക്കുന്നത്? നമ്മൾ നാടക നടന്മാരായിരുന്നു. എല്ലാം നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നടത്തുന്ന അന്വേഷിക്കുന്ന ഒരു നടനെ പോലെയാണ് ഓരോരുത്തരും. ജോലി സ്ഥലത്തും അല്ലെങ്കിൽ ഹോട്ടലിലും ചർച്ചിലും മ്യൂസിക് സെന്റർ കൺസേർട്ട് നടക്കുന്നിടത്തും എല്ലാം നമ്മൾ ദൈവം കളിച്ചുകൊണ്ട് കടന്നു. ഈ ഏർപ്പാട് നിർത്തണം. ദൈവം നിർദ്ദേശകനല്ല, ദൈവം സംവിധായകനാണ്. ഇപ്പോൾ നമ്മൾ 62ാമത്തെ പേജിലെ പ്രാർത്ഥനയിൽ എത്തി നിൽക്കുന്നു. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ എന്നെ പ്രവർത്തിപ്പിക്കുന്നതിനും എന്നെ സൃഷ്ടിച്ചെടുക്കുന്നതിനും വേണ്ടി ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്വാർത്ഥതയുടെ കെട്ടുപാടിൽ നിന്ന് എനിക്ക് മോചനം തരിക. അങ്ങനെയായാൽ അങ്ങയുടെ ഇംഗിതം നിറവേറ്റും. എന്റെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുക. അങ്ങനെയായാൽ അങ്ങയുടെ ശക്തിയും സ്നേഹവും അങ്ങയുടെ ജീവിത മാർഗദർശനവും മൂലം എനിക്ക് സഹായിക്കാൻ കഴിയുന്നവർ ഞാൻ പ്രയാസങ്ങളുടെ മേൽ വിജയം വരിക്കുന്നത് സാക്ഷ്യം വഹിക്കും. ഞാനെപ്പോഴും അങ്ങയുടെ ആഗ്രഹം നിറവേറ്റാൻ ഇടവരട്ടെ. ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു. ഇതാണ് മൂന്നാം പടിയുടെ വാഗ്ദാനം. ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു. ഇനി 4ാം പടിയിലേക്ക്. ഇനി 90 ദിവസം കാത്തു നിൽക്കണോ? അടുത്ത പടിക്ക് പേജ് നമ്പർ 63 പറയുന്നു, ഉടൻ തന്നെ 4ാം പടിയിലെത്തി. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം റോയിറ്റ് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു ഫാർമസിയില് കോവിഡിനുള്ള മരുന്ന് വന്നിട്ടുണ്ട്.
മരുന്ന് വന്നപ്പോൾ നമ്മൾ 90 പേരെയും കയറ്റി വിട്ടു. അതായത് നമ്മൾ പറയാറുണ്ട് 90 ഡേയ്സ് 90 മീറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ 90 പേരുടെ കഴിഞ്ഞിട്ട് എനിക്ക് മതി എന്ന് പറയില്ല. നമ്മൾ ഉന്തി തള്ളി എത്രയും പെട്ടെന്ന് തന്നെ ആ മരുന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കും. കാരണം നമുക്കറിയാം, നമുക്ക് ഈ പാൻഡമിക് വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകുമെന്നോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ആവശ്യകതയാണ് സ്റ്റെപ്പ് 4ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. സ്റ്റെപ്പ് 4ന് 4 ഭാഗങ്ങളായിട്ട് അന്ന് തിരിച്ചിരുന്നു. ഫിയർ, സെക്സ്, റിസെന്റ്മെന്റ്, ഫിയർ, സെക്സ്, ഹാം. വളരെ വ്യക്തമായി ആ ഇൻസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്താണ്. അപ്പൊ പേജ് 64 പറയുന്നുണ്ട് റിസെന്റ്മെന്റ്. എന്തുകൊണ്ടാണ് റിസെന്റ്മെന്റ് എടുക്കാൻ കാരണം? വിദ്വേഷമാണ് പ്രധാന ശത്രു. പേജ് 64. അതുകൂടാതെ ബിൽ ഡബ്ല്യു നൽകിയിരിക്കുന്ന ആ പേജിലെ 65-ലെ 3 കോളങ്ങള്. ഒന്നാമത്തെ കോളത്തില് ഞാൻ വിദ്വേഷം ഉണ്ടായവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നു. രണ്ടാമത്തെ കോളത്തില് ഞാൻ വിദ്വേഷം പുലർത്തിയിരുന്നതിന്റെ കാരണങ്ങൾ എഴുതുന്നു. മൂന്നാമത്തെ കോളത്തില് അതെന്നെ എങ്ങനെ ബാധിച്ചു. അപ്പൊ 7 കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ബാധിക്കുന്നത്. സ്വയം മതിപ്പ്, ലൈംഗിക ബന്ധം, ഭയം, വ്യക്തിബന്ധം, ആത്മാഭിമാനം, സുരക്ഷിതത്വം. ഇതാണ് മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ എഴുതുന്ന 7 കാര്യങ്ങൾ എല്ലാം അത് ബാധിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കോപത്തിൽ നിന്ന് സ്വതന്ത്രരാകേണ്ടതുണ്ടായിരുന്നു. ഭ്രാന്തമായ കോപാന്ധതയും നിരന്തരമായ പരാതിപ്പെട്ടുകൊണ്ടിരിക്കലും ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അവയൊക്കെ സാധാരണ മനുഷ്യരുടെ അസ്പഷ്ടങ്ങളായ ആഡംബരങ്ങളായിരിക്കും. പക്ഷേ അമിത മദ്യാസക്തന് ഈ കാര്യങ്ങൾ വിഷമാണ്. അപ്പോൾ കോപാന്ധത മാറ്റാനായിട്ടാണ് നമ്മൾ ഈ റിസെന്റ്മെന്റിന്റെ ലിസ്റ്റ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ ഇതിനു വേണ്ടി ഒരു പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. നമ്മളത് കണ്ടതാണ് ആ പ്രാർത്ഥന. അതായത് ദൈവമേ എന്ന് കഴിഞ്ഞിട്ട് അയാളുടെ പേര് എഴുതുന്നു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ദൈവമേ ഡാഷ് എന്ന്. അപ്പൊ അയാളുടെ പേര്, ഒരു രോഗിയാണ്. ഞാൻ അങ്ങനെ എന്നെ അവനിൽ നിന്നുള്ള ദേഷ്യത്തിൽ നിന്ന് എന്നെ അകറ്റണമേ. അങ്ങയുടെ ഇഷ്ടം നിറവേറ്റണമേ. അയാളോട് സഹനം, ക്ഷമ, ദയ കാണിക്കാനായി എനിക്ക് നൽകണമേ. തർക്കവും പകയും എന്നിൽ നിന്ന് അകറ്റണമേ. സഹായിക്കാനുള്ള അവസരവും ദയയുടെ സഹനത്തിന്റെയും കാഴ്ചപ്പാട് എനിക്ക് നൽകണം. ഇതൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥന, ഏത് പ്രാർത്ഥനയും വേണമെങ്കിൽ ഈ നീരസത്തിൽ നിന്ന് മാറാനായിട്ട് നമുക്ക് അവലംബിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പട്ടികയിലേക്ക് പോകാം. പട്ടിക വീണ്ടും പരിഗണിക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ഞങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുകയാണ്. ഞങ്ങളുടെ തെറ്റുകളിലേക്ക് നോക്കുകയാണ്. അതായത് മറ്റുള്ളവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എവിടെയാണ് ഞങ്ങൾ സ്വാർത്ഥരും. മറ്റുള്ളവർ തെറ്റ് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ അവരുടെ പേരുകളല്ല. നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായ കുറ്റങ്ങളും കുറവുകളാണ് ഇവിടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. എവിടെയാണ് ഞങ്ങൾ സ്വാർത്ഥനും വഞ്ചകരും തൻകാര്യം മാത്രം നോക്കുന്നവരും ഭീരുക്കളുമായത്? ഞങ്ങളുടെ മാത്രം കുറ്റം കൊണ്ടല്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെങ്കിൽ കൂടി അതിൽ ഉൾപ്പെട്ടയാളെ പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കുന്നു. മറ്റൊരാളുടേതായിരുന്നില്ല. ഞങ്ങളുടെ തെറ്റുകൾ കണ്ടെത്തി പട്ടികയാക്കി. ഞങ്ങൾ അവയെ ഞങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചു. സത്യസന്ധമായി ഞങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുകയും അവ നേരെയാക്കാൻ മനസ്സുള്ളവരാകുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ആ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞു. അടുത്തത് ഭയം. ഞങ്ങളുടെ ഭയത്തെ വിശദമായി പരിശോധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അമർഷമില്ലെങ്കിലും ഞങ്ങൾ അത് കടലാസിലാക്കി പകർത്തി. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയതെന്ന് ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചോദിച്ചു. സ്വാശ്രയബോധം നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ? സ്വാശ്രയബോധം ഒരു വേള ഉണ്ടായിരുന്നു, പക്ഷെ നിലനിന്നില്ല. ഞങ്ങളിൽ ചിലർക്ക് തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ പേടി പ്രശ്നം പരിഹരിച്ചില്ല. അവൻ അവരുടെ ദൈവത്തിൽ വിശ്വസിച്ചു. ഞങ്ങൾക്ക് ദൈവത്തെ പ്രതി പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല. പകരം ഞങ്ങളിലൂടെ അവിടത്തേക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് കാട്ടിത്തരുവാൻ ഞങ്ങൾ അവിടുത്തെ അനുവദിച്ചു. ഞങ്ങളുടെ പേടി മാറ്റി തരണമേ. പേടി മാറ്റി ഞങ്ങൾ എന്താകാനാണ് അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് കാട്ടിത്തരുവാൻ ഞങ്ങൾ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. പെട്ടെന്ന് ഞങ്ങൾ പേടിയിൽ നിന്ന് മുക്തനായി. അപ്പൊ നമ്മൾ അവിടെ ഭയത്തിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞു. അടുത്തത് പേജ് നമ്പർ 67 പറയുന്നതാണ്. ഇനി അല്പം ലൈംഗികത, സെക്സിനെ കുറിച്ചാണ്. ഞങ്ങളിൽ പലർക്കും ഇവിടെ ഒരു അഴിച്ചുപണി വേണ്ടി വന്നു. ഞങ്ങളുടെ കഴിഞ്ഞകാല സ്വഭാവം ഞങ്ങൾ പുനഃപരിശോധിച്ചു. എവിടെയാണ് ഞങ്ങൾ സ്വാർത്ഥരും സത്യസന്ധതയില്ലാത്തവരും പുറന്തള്ളപ്പെട്ടവരുമായത്? ആരൊക്കെയാണ് ഞങ്ങൾ മുറിവേൽപ്പിച്ചത്? ഞങ്ങൾ അന്യായമായി സംശയാലുവും അസൂയയും സംശയവും പരുഷ സ്വഭാവമുള്ളവരുമായില്ലേ? ഞങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? മറിച്ച് എന്ത് ചെയ്യാനാകുമായിരുന്നു? ഞങ്ങൾ അതെല്ലാം ഒരു കടലാസിൽ പകർത്തി. അതായത് നമുക്ക് സെക്സിന്റെ കാര്യത്തിൽ വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് സെക്സ് ചെയ്തത് എന്നല്ല, എന്താണ് ആ സെക്സ് ചെയ്യാനുണ്ടായ ഇന്റൻഷൻ. നമ്മൾ പലപ്പോഴും ഭാര്യമാര് പീരിയഡ്സ് ആകുമ്പോഴും ബലമായിട്ട് അല്ലെങ്കിൽ തലവേദന ഉള്ളപ്പോഴൊക്കെ ബലമായിട്ട് ഇതൊക്കെ ചെയ്തപ്പോൾ നമ്മൾ അവരുടെ ഒരു പരിഗണനയും കൊടുത്തില്ല. അപ്പൊ അതാണ് ആ ലിസ്റ്റിൽ നമ്മൾ തയ്യാറാക്കുന്നത്.
ഇനി അടുത്തത് ഹാം ലിസ്റ്റ് ആണ്. ഹാം. അപ്പൊ നമ്മളിത് കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തുകൊണ്ടാണ് പെട്ടെന്നൊന്ന് ഓടിച്ചു പറയുന്നത്. ഞങ്ങളുടെ സ്വഭാവം കൊണ്ടാണ് ഉപദ്രവോണ്ടാക്കിയവരുടെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞ കാലത്തെ പോലും തിരുത്താൻ ഞങ്ങൾ തയ്യാറായി. പേജ് നമ്പർ 69 പറയുന്നുണ്ട്. അതായത് ഞങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഉപദ്രവം ഉണ്ടായത്. അതിനകത്ത് നമ്മൾ കണ്ടതാണ് റോയിറ്റിയുടെ ഗ്രാൻഡ് മദറിന്റെ അടുത്തുനിന്ന് സ്വർണം കട്ടെടുക്കുകയും അത് പിന്നീട് പരിഹാരമായിട്ട് തിരിച്ചു സ്പോൺസറോട് പറയുകയും ഗ്രാൻഡ് മദറിനെ മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇനി സ്റ്റെപ്പ് 4 കഴിഞ്ഞു. അടുത്തത് സ്റ്റെപ്പ് 5 പേജ് 63 ഇങ്ങനെ പറയുന്നു. ആരാണ് നമ്മുടെ കഥ കേൾക്കേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നാം പിന്നെ ഒട്ടും സമയം പാഴാക്കുന്നില്ല. ഇപ്പൊ ഈ 1939 100 പേര് കൂടി എഴുതിയ പുസ്തകമാണ്. അപ്പൊ നമുക്ക് ആളുകളുടെ എണ്ണം കുറവാണ്. അപ്പൊ ഒരു പക്ഷേ അവർക്ക് ഈ കഥകൾ പറയാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പൊ ഉണ്ടായ സ്വഭാവ ദൂഷ്യങ്ങളോ വൈകല്യങ്ങളൊക്കെ പറയാനായിട്ട് ആളുകളെ കണ്ടുപിടിക്കുക വളരെ അസാധ്യമായിരുന്നു. അപ്പോ 133 പേജ് നമ്പർ 133 ബിഗ് ബുക്കിൽ പറയുന്നുണ്ട്. ഡോക്ടർമാരും അതുപോലെ തന്നെ പരിശീലനം സിദ്ധിച്ച ആളുകളും മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉണ്ട്. അവരെ നമുക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറയുമ്പോൾ ഈ ബുക്ക് എഴുതിയ കാലഘട്ടത്തിലാണ് അത് പറയുന്നത്. പക്ഷെ ഇന്ന് അവസ്ഥ മാറിയിരിക്കുന്നു. ഇപ്പൊ നമുക്ക് ധാരാളം സ്പോൺസർമാരുണ്ട്. ധാരാളം ആളുകൾ ഇതിന് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളിലൂടെ സഞ്ചരിക്കുകയും ജീവിതത്തിൽ മാതൃകാപരമായി ജീവിക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് അവരെ ഒക്കെ വേണമെങ്കിൽ സ്പോൺസറായി സ്വീകരിച്ചുകൊണ്ട് ഈ 5ാമത്തെ പടി അവരുടെ അടുത്ത് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോ നമുക്കെല്ലാം പറയണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടാണ്. അതിലേക്കൊന്നും പോകുന്നില്ല. ഇനി എന്താണ് 5ാം പടിയുടെ നമുക്ക് കിട്ടുന്ന പ്രോമിസസ്? ഒന്ന്, നമുക്ക് ലോകത്തെ അതിന്റെ കണ്ണിലൂടെ കാണാനാകും. പൂർണ്ണമായ സമാധാനം ഒറ്റയ്ക്കാവുമ്പോൾ പോലും അനുഭവിക്കാനാവും. നമ്മിൽ നിന്ന് ഭയമൊക്കെ വിട്ടുപോകുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനാകുന്നു. വിശ്വാസം ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പോഴൊക്കെ നമുക്ക് വിശ്വാസം ഉണ്ടായിട്ടാകാം. ഇപ്പോൾ ആത്മീയമായ ഒരു അനുഭവം ഉണ്ടാകാൻ തുടങ്ങുന്നു. പ്രശ്നം അപ്രത്യക്ഷമായി എന്ന തോന്നൽ പോലും പലപ്പോഴും ശക്തമായി ഉണ്ടാകാം. പ്രപഞ്ച ശക്തിയുടെ കൈകോർത്ത് പിടിച്ചു നടന്നുകൊണ്ട് വിശാലമായ നടപ്പാതയിലൂടെ നമ്മൾ നടക്കുന്നു. അതായത് ഒരു ബ്രോഡ്ബാൻഡ് ഹൈവേയിലൂടെ നമ്മൾ നടക്കുന്നതാണ് 5ാം പടി ചെയ്തു കഴിയുമ്പോൾ നമ്മളോട് പറയുന്നത്. ഇനി അടുത്തത് പറയുന്ന പേജ് നമ്പർ 75 ആണ്. വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് 1 മണിക്കൂർ നിശബ്ദരായി ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങളുടെ ഷെൽഫിന്റെ വലിപ്പിൽ നിന്ന് ഈ പുസ്തകം എടുത്തിട്ട് 12 പടികൾ ഉൾക്കൊള്ളുന്ന ഭാഗം ഞങ്ങൾ മറിച്ചെടുക്കുന്നു. ആദ്യത്തെ 5 പടികൾ വായിച്ചിട്ട് എന്തെങ്കിലും ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചോദിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അതിലൂടെ സ്വതന്ത്രനായി നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു കവാടം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് വീക്കിൽ പറഞ്ഞ കാര്യങ്ങള്. നമ്മൾ സ്റ്റെപ്പ് 6ലേക്ക് പോകാം. സ്റ്റെപ്പ് 6 to 12 ആണ്. അപ്പൊ ഓരോ ദിവസം ഇന്നിപ്പോ നമ്മൾ സ്റ്റെപ്പ് 6 പറയുന്നു. അപ്പൊ ഇതൊരു വർക്ക്ഷോപ്പാണ്. അപ്പൊ ഒരു വർക്ക്ഷോപ്പ് മോഡലിലാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. നമ്മൾ കണ്ടു 1 മണിക്കൂർ നമ്മൾ സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ 1 മുതൽ 5 വരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു. 1 മുതൽ 5 വരെ നമ്മൾ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5 ഒക്കെ നമ്മൾ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ ഹാൻഡ് ഓവർ അല്ല, ദൈവത്തിന് ടേൺ ചെയ്യാനായിട്ട് മറ്റൊരു വഴിക്ക് സഞ്ചരിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അതായത് രോഹിത് അതിനകത്ത് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഗോവ വിസിറ്റ് ചെയ്യാൻ ഒരു ഫ്രണ്ട് വരുവാണെങ്കിൽ അയാളുടെ റോളക്സ് വാച്ചും അയാളുടെ പാസ്പോർട്ടും ചെക്കും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവർ കറങ്ങി എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വന്നുമ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കണം. അപ്പൊ അതെന്നെ എൻ്റെ കയ്യിലേക്ക് അങ്ങ് ഏൽപ്പിക്കുമല്ല, ഒരു ടേക്ക് കെയർ ഓഫ് അതെന്നുള്ള ഒരു അർത്ഥത്തിലാണ് റോഹിറ്റ് അത് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് 6ലേക്ക് പോകാം. അപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് 1 മണിക്കൂർ നിശബ്ദരായിരിക്കുവാൻ കഴിയുന്ന സ്ഥലം കണ്ടെത്തുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൂടുതൽ നന്നായിട്ട് അറിയാൻ കഴിയുന്നതിൽ ഹൃദയത്തിന്റെ അഗാധ തലത്തിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഷെൽഫിൽ നിന്നും, ഞാൻ ആദ്യമേ വായിച്ചാണ്, അപ്പൊ 6ലും അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഷെൽഫിൽ നിന്നും ഈ പുസ്തകം എടുത്തിട്ട് 12 പടികൾ ഉൾക്കൊള്ളുന്ന പേജ് ഞങ്ങൾ മറിച്ചെടുക്കുന്നു. ആദ്യത്തെ 5 പടികൾ ഉൾപ്പെടുന്ന ഭാഗം വായിച്ചിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞങ്ങളോട് തന്നെ ചോദിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവസാനം അതിലൂടെ സ്വതന്ത്രനായി നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു കവാടം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞങ്ങളുടെ ശ്രമം ഉറപ്പായിരുന്നതാണോ? കല്ലുകൾ യഥാർത്ഥ സ്ഥാനത്താണോ തന്നെയാണോ? അടിത്തറയിൽ ഇടേണ്ട സിമെന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ലുപ്ത് കാട്ടിയിട്ടുണ്ടോ? ചരല് കൂടാതെ കുമ്മായക്കൂട്ടുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് തൃപ്തി തരുമാറ് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ 6ാമത്തെ പടിയിലേക്ക് നോക്കുന്നു. പേജ് നമ്പർ 74.
നമ്മൾ ആ സ്റ്റെപ്പ് 6ന്റെ ചില ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. വി ആർ എൻറ്റയർലി റെഡി ടു ഹാവ് ഗോഡ് റിമൂവ് ഓൾ ദർ ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ. സ്റ്റെപ്പ് 6ന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. സോ വാട്ട് ഈസ് ദ സിക്സ്ത് സ്റ്റെപ്പ്? ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഈസ് ദ സിക്സ്ത് സ്റ്റെപ്പ്? എന്താണ് സിക്സ്ത് സ്റ്റെപ്പ്? ആദ്യത്തെ ചോദ്യമാണ്. അതായത് അതിന്റെ ഉത്തരം കൊടുക്കുക. ആർ വി നൗ റെഡി ടു ലെറ്റ് ഗോഡ് റിമൂവ് ഫ്രം അസ് ഓൾ ദ തിങ്സ് വിച്ച് വി ഹാവ് അഡ്മിറ്റഡ് ആർ ഒബ്ജക്ഷണബിൾ. അതായത് വർജിക്കേണ്ടതാണെന്ന് ഞങ്ങൾ സ്വയം തുറന്നു സമ്മതിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ ദൈവം ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കുന്നതിന് ഞങ്ങൾ ഇപ്പോൾ തയ്യാറാണോ? അദ്ദേഹത്തിന് അവയെല്ലാം എടുക്കാൻ കഴിഞ്ഞോ? ഇനിയും എന്തെങ്കിലും പോകാൻ അനുവദിക്കാതെ അതിൽ തന്നെ തൂങ്ങി നിൽക്കാൻ ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോ എങ്കിൽ ഇതിന് തയ്യാറായാൽ ഞാനിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ വർജിക്കാൻ തയ്യാറാകാതെ തൂങ്ങി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഞാനിപ്പോ റെഡി ആണെങ്കിൽ എങ്കിൽ അതിന് തയ്യാറാകുമ്പോൾ സഹായിക്കാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അടുത്ത രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഡിഫക്ട്സ്? ഏത് ഡിഫക്ട്സ് ആണ് നമ്മൾ ഈ ആറാം പടിയിൽ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മാറ്റാൻ ശ്രമിക്കുന്നത്? നാലാം പടിയിൽ നമ്മുടെ സ്വഭാവ വൈകല്യങ്ങൾ വർക്ക്ഷീറ്റ് വഴി നമ്മൾ കണ്ടിരുന്നു. ഈ വർക്ക്ഷീറ്റിൽ കണ്ടുപിടിച്ച വൈകല്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുമുണ്ട്. അതായത് ദേഷ്യം, കയ്പ് നിറഞ്ഞ അനുഭവം, അഹങ്കാരം, ശ്രദ്ധമില്ലായ്മ, സത്യസന്ധതയില്ലായ്മ, ശത്രുത, ഭയം, ആർത്തി, ക്ഷിപ്രകോപം, പരിഗണനയില്ലായ്മ, അസൂയ, കാമം, മടി, അഹന്ത, സ്വാർത്ഥത, തൻകാര്യ പ്രസിദ്ധത, സ്വയം സഹതാപം. ഇതൊക്കെയാണ് അല്ലെങ്കിൽ നിരാശ, ഇതൊക്കെയാണ് ബിഗ് ബുക്ക് 12 and 12 ഒക്കെ പറയുന്ന ക്യാരക്ടർ ഡിഫക്ട്സ്. അത് നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ട് ആഡ് ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഇഫ് ഐ വാണ്ട് ടു ഹോൾഡ് ഓൺ ടു സം ഡിഫക്ട്സ്? ചില വൈകല്യങ്ങൾ എന്റെ കയ്യിൽ തൂങ്ങി പിടിക്കുന്നതിന് കൊണ്ട് എന്ത് സംഭവിക്കും? അപ്പോൾ പറയുന്നുണ്ട്, ചില വൈകല്യം ഉപേക്ഷിക്കാതെ ഹോൾഡ് ചെയ്താൽ ഇനിയും എന്തെങ്കിലും പോകാൻ അനുവദിക്കാതെ അതിൽ തന്നെ തൂങ്ങി നിൽക്കാൻ ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാകുന്നതിന് സഹായിക്കാനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ ഭാഗം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആറാം പടിയിലേക്ക് എത്തി അടുത്ത പടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് ഞാൻ ദൈവത്തിന് പൂർണ്ണമായും ഒരു സാധനം പോലെ ഹോൾഡ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ പൂർണ്ണമായി എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഇപ്പൊ കാമം കുറച്ച് അദ്ദേഹം പറഞ്ഞത് നെക്സ്റ്റ് കുറച്ച് എന്റെ കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിക്കുകയല്ല. ഞാൻ റെഡി ആണോ എന്നാണ് ഞാൻ ചോദിക്കേണ്ടത്. അതിനകത്ത് കൃത്രിമം കാണിച്ചാൽ നമുക്ക് ഈ പടിയും പൂർത്തിയാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ആറാം പടി പൂർത്തിയാക്കാൻ പറ്റില്ല. ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ റെഡിയാണ്, എന്നെ ഇനിയിപ്പോ ഏതെങ്കിലും പോകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ റെഡിയാക്കാമോ എന്ന് സിക്സ്ത് സ്റ്റെപ്പില് നമ്മൾ ചോദിച്ചുകൊണ്ട് നമ്മൾ സിക്സ്ത് സ്റ്റെപ്പ് ഇവിടെ പൂർത്തിയാക്കുന്നു. നമ്മൾ നാളെ 7ാമത്തെ പടി വിശദീകരിക്കുന്നതായിരിക്കും. താങ്ക് യു.